എൻ്റെ പ്രിയപ്പെട്ടവരെ, ദ്വീപപ്രവാസി യൂണിറ്റിലെ അംഗങ്ങൾ ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടുകൂടി പോകുന്ന ഒരു വൺ ഡേ ടൂറാണ് നമ്മളിന്ന് പോകുന്നത്. കൊല്ലം ഡിസ്ട്രിക്റ്റ് ഒത്തിരി ഒന്നും അറിയപ്പെടാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ കാണുവാനും ആ സ്ഥലങ്ങൾ ആസ്വദിക്കാനും വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ ഒത്തിരി തുരുത്തുകളുണ്ട്. ആ തുരുത്തുകൾ കാണാനും ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് അതിൻ്റെ മണ്ടോത്തുരുത്താണ്. മണ്ടോത്തുരുത്ത് എന്ന് പറഞ്ഞ ഒരു ഐലൻഡാണ്. ആദ്യം നമ്മൾ പോകുന്ന ആ ഐലൻഡിലേക്കാണ്. ഐലൻഡിലെ കാഴ്ചകളും അതിനകത്തൊരു ബോട്ടിംഗ് ഉണ്ട്. ആ ബോട്ടിങ് കൂടെയാണ് ആദ്യം നമ്മൾ പോകുന്നത്. അതിനുശേഷം നേരെ നമ്മൾ തിരികെ വന്ന് സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞ സ്ഥലം, അതാണ് ഏറ്റവും നല്ല സ്ഥലം. അവിടെ കണ്ടിരിക്കേണ്ടതാണ്. ഒത്തിരി ആൾക്കാരൊന്നും പോയി കാണാത്തൊരു സ്ഥലമാണ് സാമ്പ്രാണിക്കുടി. അത് ഭയങ്കര ലോകത്തിലെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. ഒരു തുരുത്ത് വെള്ളത്തിന് മേളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പ്രാണിക്കുടി ചെന്നതിന് ശേഷം ബോട്ടിന് വേണം ഈ തുരുത്തിലേക്ക് പോകാൻ. നല്ല ഒത്തിരി കാഴ്ചകളുണ്ട് അവിടെ കാണുവാൻ. സാമ്പ്രാണിക്കുടിയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന ബീച്ചിലേക്കാണ്. ബീച്ചെന്ന് പറഞ്ഞാൽ ക്ലിഫാണ്. വർക്കല ക്ലിഫിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ബീച്ചിലെ കാഴ്ചകളും കണ്ട് നമുക്ക് തിരികെ വരാം. അപ്പോൾ നമുക്ക് പോയാലോ ഒരു അടിപൊളി യാത്രയുമായി. സംഘത്തിൽ തീരുമാനിച്ച പ്രകാരം കൊല്ലത്തിന് ടൂർ പോവുകയാണ്. പോകുന്ന വഴിക്കെല്ലാം എല്ലാവരും ആപത്തും കാലത്തിന് വൃത്തിയാകും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നമ്മളിപ്പോ കയറി ആ പാലത്തിന് അപ്പുറവും ഇപ്പുറവും താഴ്ന്ന പ്രദേശമാണ്. 10-400 കൊല്ലത്തിനുള്ളിൽ നമ്മളിപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നത് മണ്ടോത്തുരുത്തിലാണ്. ഈ രണ്ട് സൈഡിലും കണ്ടോ കായലാൽ ചുറ്റപ്പെട്ടാണ്. അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലാൽ ചുറ്റപ്പെട്ടാണ് മണ്ടോത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലം. ഏറ്റവും ആകർഷകമായ ഒരു ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. മണ്ടോത്തുരുത്ത് വഴി കണ്ടൽക്കാട് കടത്തോട്ട് നല്ലൊരു യാത്രയാണ് ഇപ്പോൾ പോയിട്ട് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ യാത്രയായിരുന്നു. ഈ ഐലൻഡിന് നടുക്ക് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അതാണ് സാമ്പ്രാണിക്കുടി.
സ്ത്രീകളാൽ ആകാശവും ഭൂമി നിർമ്മിച്ചിരിക്കുന്ന